ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. 2 വിരലിൽ യാൺ ചുറ്റി വർക്കിംഗ് യാൺ ആ ലൂപ്പിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുക. സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് 11 ചെയിൻ സ്റ്റിച്ചസ് ഉണ്ടാക്കിയെടുക്കണം. ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യാൺ ഓവർ പുൾ ത്രൂ അങ്ങനെ നമുക്ക് 11 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ 11 ചെയിൻ സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് വിട്ടിട്ട് സെക്കൻഡ് സ്റ്റിച്ചിലാണ് സിംഗിൾ ക്രോഷ്യ ചെയ്തത്. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ വിട്ടിട്ട് തേർഡ് സ്റ്റിച്ചിൽ നിന്ന് ഹുക്കിൽ നിന്നുള്ള തേർഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. സിംഗിൾ ക്രോഷ്യ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ചായിരുന്നു, ഹാഫ് ഡബിൾ ക്രോഷ്യ തേർഡ് ലാസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ യാൺ ഓവർ, എന്നിട്ട് തേർഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിൽ നിന്നുള്ള തേർഡ് സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വർക്കിംഗ് യാൺ ആ സ്റ്റിച്ചിനകത്തൂടെ പുൾ ത്രൂ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിട്ടുണ്ട്. സിംഗിൾ ക്രോഷ്യയിൽ നമുക്ക് 2 ലൂപ്പായിരുന്നു. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നമുക്കിപ്പോൾ 3 ലൂപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി യാൺ ഓവർ ആ 3 ലൂപ്പിൽ കൂടെയും ഒരുമിച്ച് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഇതാണൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ, അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാൺ ആ സ്റ്റിച്ചിലൂടെ പുൾ ത്രൂ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിട്ടുണ്ട്. യാൺ ഓവർ 3 ലൂപ്പിൽ കൂടെയും പുറത്തേക്ക് എടുക്കുക. ഒരുമിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ ലൂപ്പ് വെച്ച് എടുത്താലും മതി. ഇങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരെണ്ണോടെ കാണിക്കാം. യാൺ ഓവർ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാൺ പുൾ ത്രൂ ചെയ്യുക. 3 ലൂപ്പ് കിട്ടി. യാൺ ഓവർ ഓരോ ലൂപ്പിൽ കൂടെയും പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പിൽ കൂടെയും പുറത്തേക്ക് നമ്മുടെ ഹുക്ക് എടുക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സ്റ്റിച്ചസും ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. ലാസ്റ്റ് സ്റ്റിച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. യാൺ ഓവർ, സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് കയറ്റുക. വർക്കിംഗ് യാൺ പുറത്തേക്ക് വലിച്ചെടുക്കുക. നമുക്കിപ്പോൾ 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. യാൺ ഓവർ 3 ലൂപ്പിലൂടെയും ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് കാണിക്കാം. ടിൽ ദെൻ ബൈ.